നമസ്കാരം. ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് 2025 മെയ് മാസം 18-ാം തീയതി രാഹു കേതു രാശി മാറുമ്പോൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഗുണപരമായ വീഡിയോസാണ് ഇവിടെ നമ്മൾ സംരക്ഷണം ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരുപാട് നേട്ടം കൈവരിക്കുവാൻ സാധിക്കും ഈ വീഡിയോയിലൂടെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ദോഷപരമായ അനുഭവങ്ങൾ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ക്ഷേത്രത്തിൽ മാസം തോറും ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ ഈ പൂജയിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് അവരുടെ പേരും നക്ഷത്രവും അവരുടെ വിഷയം എന്താണോ, പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നത്തിന് വേണ്ടിയുള്ള പൂജയാണ് നടക്കുന്നത്. അപ്പോൾ കാര്യ തടസ്സങ്ങൾ ഒന്ന് മാറിക്കിട്ടും. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു 10% ഒരു ആശ്വാസം നമ്മുടെ പൂജയിലൂടെ ലഭിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം. പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു പൂജ നടത്തുക എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടിയാണ് ഇത്രയും വലിയൊരു പൂജയൊക്കെ നടന്നു വരുന്നത്. നിങ്ങളുടെ പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുക, വിഷയവും കൂടി പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിൽ കൂടുതലും നിങ്ങൾക്കുള്ള നെഗറ്റീവായ കാര്യങ്ങൾ, അതായത് ദോഷപരമായ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഗുണപരമായ കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും വന്നു പോകുന്നതാണ്. അപ്പം ദോഷപരമായ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് തന്നെ അത് മനസ്സിലാക്കുകയും നമുക്ക് അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിലുണ്ടാകുന്ന ആ ഒരു മാറ്റം എന്താണെന്ന് വോയിസ് മെസ്സേജായി തന്നെ അയച്ചു തരുന്നതായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദോഷപരമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഭാഗ്യ തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒന്നാണ്. ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കും എന്ന് കരുതി നമ്മൾ കാത്തിരുന്ന സമയത്ത് നമുക്ക് വന്നു ചേരുന്നതെല്ലാം ദോഷപരമായ അനുഭവങ്ങളായിരിക്കും. നമുക്ക് സന്തോഷവും സമാധാനം ലഭിക്കും എന്ന് കരുതി നമ്മളിരിക്കുമ്പോഴേക്കും അവിടെ നമുക്കുണ്ടാകുന്നതെല്ലാം തടസ്സങ്ങൾ തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു വരുമാനം ലഭിക്കുമെന്ന് കാത്തിരിക്കുന്നു. ജോലിയിൽ നമുക്ക് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ലിസ്റ്റിൽ പേര് കിടക്കുന്നു. അടുത്തത് നമ്മളെയാണ് വിളിക്കാനുള്ളത്. പക്ഷേ നമ്മളെ വിളിക്കുന്നില്ല. കാലങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം നടക്കുവാൻ വേണ്ടി എല്ലാം ഓക്കെയായി. ജോലിയുണ്ട്, വീടുണ്ട്, വസ്തുവുണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷേ വിവാഹം നടക്കുന്നില്ല. തടസ്സം തന്നെയാണ്. നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. എന്നാൽ മാർക്ക് വരുമ്പോഴേക്കും മാർക്ക് കുറവാണ്. ഇതൊക്കെയാണ് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ. നിസ്സാരമായി നടന്നു പോകുമ്പോൾ വന്ന് വീഴുന്നു, കൈക്കോ കാലം നല്ല പൊട്ടലേൽക്കുന്നു, ഒരു മാസം ആശുപത്രിയിൽ അല്ലെങ്കിൽ വീട്ടിൽ ബെഡ് റെസ്റ്റ് വരുന്നു. ഇതെല്ലാം തടസ്സങ്ങളാണ്. നമുക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവായ അനുഭവങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഈശ്വരനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോകുക. കൂടാതെ നിങ്ങളുടെ പിതൃക്കന്മാർ, അതായത് അച്ഛൻ, അപ്പൂപ്പൻ, അമ്മാവൻ എന്നിങ്ങനെയുള്ളവർ, മുതിർന്ന വ്യക്തികൾ, പിതൃസ്ഥാനത്തുള്ള വ്യക്തികൾ, ഗുരുക്കന്മാർ, ഇവരെല്ലാവരും നിങ്ങൾക്ക് ഓരോ കാര്യം ചെയ്യുമ്പോൾ ഓരോ അഭിപ്രായങ്ങൾ പറയും. അത് ചെയ്യുക, ഇത് ചെയ്യരുത്, ഇങ്ങനെ വേണം ചെയ്യാൻ, ഇത് ചെയ്താലേ ശരിയാകുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ തലമുറയിലുള്ള വ്യക്തികളാരും ഇതനുസരിക്കുന്നില്ല. അവർക്കിഷ്ടമുള്ള രീതിയിൽ പോകുന്നു, കൂട്ടുകൂടുന്നു, വഴി മാറി സഞ്ചരിക്കുന്നു. ഓരോ ചതിവിലും അപകടങ്ങളിലും കേസുകളിലും വഴക്കുകളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലും എല്ലാം ഉൾപ്പെടുകയാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം മുതിർന്നവർ പറയുന്ന വാക്കുകൾ കൃത്യമായി കേൾക്കുക. അച്ഛൻ, അമ്മാവൻ, നമ്മുടെ ഗുരുക്കന്മാർ, ഇതിന് മുതിർന്ന വ്യക്തികൾ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള വ്യക്തി പറയണം അവിടെ അങ്ങോട്ട് പോകരുത്, അത് മോശമായ സ്ഥലമാണ്. അത് വ്യക്തമായി കേൾക്കുക. ആ വ്യക്തിക്ക് അറിയാം അവിടെ ഈ വ്യക്തികൾ പോകാൻ പാടില്ല, ഈ വിദ്യാർത്ഥികൾ പോകാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കൃത്യമായി പോകാതിരിക്കുക. അതായത്
മറ്റുള്ളവരെ അനുസരിക്കുക, അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക നമ്മുടെ ഒരു പ്രത്യേക കഴിവാണ്. അവരെന്ത് പറയുന്നു അതിൻ്റെ വിപരീതമേ ചെയ്യുകയുള്ളൂ. എന്നാൽ അത് കൃത്യമായി അനുസരിച്ച് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളുണ്ടാകും, സന്തോഷമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, നല്ലൊരു ഭാവി ഉണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സംഭവിക്കും. എന്നാൽ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും സൂക്ഷിച്ച് ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഗണപതി ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി നാളികേരം ഉടയ്ക്കുക, പുഷ്പാഞ്ജലി അർപ്പിക്കുക എല്ലാം ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാകാം, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാകാം, കോളേജിൽ പഠിക്കുന്നവരാകാം, പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ. ഈ മേഖലയിലെല്ലാം ഇപ്പോൾ ആണുങ്ങൾക്ക് സ്ത്രീ സുഹൃത്തുക്കൾ വളരെ കൂടുതലായിരിക്കും. ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം. നിങ്ങൾ നല്ല സൗഹൃദത്തിൽ കഴിയുന്ന സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്കായിരിക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങൾക്കൊരുപാട് ദോഷങ്ങൾ ഈ മേഖലയിൽ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ പൊതു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഒരു ഇമേജൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. നിസ്സാരമായി ഒരാൾ വന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇമേജ് മൊത്തം ഇല്ലാതാക്കുന്നത്. എന്നാൽ ആൾ ശുദ്ധനും സത്യസന്ധനും നിഷ്കളങ്കനുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സംസാരം, പെരുമാറ്റം വളരെയധികം ആലോചിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്കൊരുപാട് ദോഷപരമായ അനുഭവങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. എടുത്തുചാട്ടം, ധൈര്യപൂർവ്വം ഞാനത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവിടെയും തടസ്സമുണ്ടാകുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. അനാവശ്യമായ വാശി, വൈരാഗ്യം ഇതെല്ലാം വെടിഞ്ഞ് സന്തോഷത്തോടു കൂടി പോകുന്നത് നല്ലതാണ്. ദുർബുദ്ധി ഇല്ലാതാക്കിയാൽ സന്തോഷമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്നുമുള്ള എതിർപ്പുകളും തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പരാക്രമശീലം ഇല്ലാതാക്കുക. ആരോഗ്യപരമായുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് നിയന്ത്രിക്കുന്നതെല്ലാം നല്ലതാണ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക നമുക്ക് വലിയൊരു അബദ്ധ പുറകെ നിന്നും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ദേവിയെ പ്രാർത്ഥിക്കുക. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ദേവിയുടെ നാമം ജപിക്കുകയും ദേവിയുടെ ക്ഷേത്ര ദർശനം നടത്തുകയും നാരങ്ങ വിളക്ക് അർപ്പിക്കുകയും നാരങ്ങ ഹാരം നടത്തുകയും വഴിപാട് നടത്തുകയും എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ദോഷഫലങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് അതിൻ്റേതായ ഫലങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഗുണഫലങ്ങൾ ഉണ്ടാകുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക.